നമ്മുടെ വിടുതൽ പലപ്പോഴും നാം തന്നെ തടസ്സം, ദൈവമല്ല നമ്മുടെ വിടുതൽ തടസ്സം. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി കൂടിയിരിക്കുക. പക്ഷെ വിടുതലിന് തടസ്സം നിന്റെ അകത്തുയരുന്ന ചിന്തകളാണ്. ശീമോനോട് പത്രോസ് ചോദിക്കുക, സ്തോത്രം, നീ ഇങ്ങനെ നിരൂപിച്ചത് കൊണ്ട് അവൻ രക്ഷിക്കപ്പെട്ടതാ. നിരൂപിച്ചത് കൊണ്ട് അവന്റെ ഒറ്റ നിരൂപണം. പൗലോസ് ശ്രദ്ധിച്ചോണേ, നിന്റെ പടം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. ഇന്ന് രാത്രി ദൈവവേദനയെ മറന്നു പോകല്ലേ. നമ്മുടെ അകത്ത് ദൈവശക്തിക്കെതിരെ, ദൈവപ്രവർത്തിക്കെതിരെ നിരൂപണം പൊന്തി വരരുത്. ഞാൻ ഇന്ന് രാത്രി ദൂത് പറയാം, ദൈവശക്തി വ്യാപരിച്ചെങ്കിലേ ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് ജയമുണ്ടാകത്തുള്ളൂ. നമ്മൾ എത്ര നാൾ ഒരു പാസ്റ്ററെ, ഒരു പ്രവാചകനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കും? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ആമേൻ, ഹല്ലേലൂയ. നീ ആരെ എങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവിതം നിർത്തിയിട്ട് ഇന്ന് രാത്രി നിന്റെ അകത്തൂന്ന് അഭിഷേകം പ്രാപിച്ചവർ ഇന്ന് രാത്രി ആത്മനദി നിന്റെ അകത്തൂന്ന് ഒഴുകട്ടെ. ആമേൻ, നിന്റെ അകത്തൂന്ന് from your innermost being ആ നദി ഇന്ന് രാത്രി ഒഴുകി തുടങ്ങട്ടെ. Stop reasoning against the power of God. ദൈവശക്തിക്കെതിരെ നീ ചിന്തിക്കരുത്. ലൂക്കോസിന്റെ സുവിശേഷം ഹല്ലേലൂയ 5-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വേദഭാഗം നമുക്കൊന്നിച്ച് ചില മിനിറ്റുകൾ ഒന്ന് ഓടിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവെഴുത്ത് മുതൽ 20-ാമത്തെ തിരുവെഴുത്ത് വരെ ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി മൈക്കിൽ കൂടെ വായിച്ചാണ്. അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദിയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നു. ശ്രദ്ധിക്കണേ, യെരുശലേമിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രികളും അവിടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ സ്തോത്രം സ്പിരിച്വൽ ലീഡേഴ്സ്, റിലീജിയസ് ലീഡേഴ്സ്, അന്നത്തെ ലഭ്യമായ ന്യായപ്രമാണത്തിൻ്റെ ഉപദേഷ്ടാക്കന്മാർ എവിടെ ഇരുന്നു? അവിടെ ഇരുന്നു. സ്തോത്രം. വായിച്ചാട്ടെ. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, ജനമെല്ലാം കൂടിയിരിക്കുന്നു. അന്നത്തെ ദ മോസ്റ്റ് ന്യായപ്രമാണത്തിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ, റിലീജിയസ് ലീഡേഴ്സ് അവിടെ ഇരിക്കുകയാണ്. പക്ഷെ അതിനകത്തൊരു പദം പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുക, സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ, സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഇരുന്നു. സ്തോത്രം. വായിച്ചാട്ടെ. അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവനെ അകത്ത് കൊണ്ടുചെന്ന് അവന്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും, ശ്രദ്ധിക്കണേ, മുമ്പേ പറഞ്ഞ അന്നത്തെ റിലീജിയസ് ലീഡേഴ്സ് അല്ലെങ്കിൽ അന്നത്തെ ലോ ഹാൻഡിൽ ചെയ്യുന്ന, തിരുവെടുത്ത് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ, സ്തോത്രം, എന്തു പറഞ്ഞു? ശാസ്ത്രിമാരും പരീശന്മാരും ദൈവദൂഷണം പറയുന്ന ഇവൻ ആർ എന്ന് ചോദിച്ചു. ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. ശ്രദ്ധിക്കണേ, ഈ പദങ്ങൾ ശ്രദ്ധിച്ചോണേ. അവർ ചിന്തിച്ചു തുടങ്ങി. സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ചുറ്റും നിന്ന, സ്തോത്രം, ന്യായശാസ്ത്രിമാരും പരീശന്മാരും ആമൻ ചിന്തിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ ദൈവപ്രവർത്തിക്കെതിരെ ന്യായശാസ്ത്രിമാർ പരീശന്മാർ ചിന്തിച്ചു തുടങ്ങി. അടുത്ത പദം, യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞിട്ട് നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്തെന്ന് ചോദിച്ചു.
നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. മനസ്സിലായി? നമുക്ക് ആ ഭാഗം ഏറെക്കുറെ ഒരു പിക്ചർ കിട്ടുകയാണ് ചിന്തിക്കുന്നു. എന്റെ ബൈബിളിൽ കൊടുത്ത് 2-3 കാര്യങ്ങൾ നോട്ട് ചെയ്യുക. റിലീജിയസ് ലീഡേഴ്സ്, ഫാരിസീസ്, അന്നത്തെ മഹാപുരോഹിതന്മാർ അല്ലെങ്കിൽ അന്നത്തെ റിലീജിയസ് ലീഡേഴ്സ് ഇരിക്കുകയാണ്. പക്ഷെ ഒരു പദം പരിശുദ്ധാത്മ വ്യക്തമായി എഴുതിയിരിക്കുക: സൗഖ്യമാക്കുവാൻ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി സന്ദേശത്തിന്റെ അകത്ത് ദൈവശക്തിയാണ് നമ്മുടെ വിഷയം. ഹല്ലേലൂയ, ആമേൻ. ദൈവശക്തിയാണ് നമ്മുടെ വിഷയം. ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത് നീ കുറെ സെറ്റ് ഓഫ് റൂളിന്റെ അകത്ത് നയിക്കുന്ന ജീവിതമല്ല, ദൈവശക്തിയാൽ ആമേൻ ജീവിക്കുന്ന ജീവിതമാണ്. മറന്നു പോകരുത്. സൗഖ്യമാക്കുവാൻ അവൻ, കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഇരുന്നു. അടുത്ത പദം വായിക്കുന്നത് എങ്ങനെയാണ്? എന്റെ ബൈബിളിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്: they started reasoning against the work of the Lord. They started reasoning against the Lord. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയാം, ദൈവപ്രവൃത്തിക്ക് തടസ്സം നമ്മുടെ ഈ റീസണിങ്. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണേ, ചുരുക്കം ചില മിനിറ്റേ ഉള്ളൂ. നമ്മുടെ റീസണിങ് ആണ്. ദൈവജന പ്രത്യേകതയുണ്ട്, നമ്മളിത് വിശ്വസിച്ച് ഏറ്റെടുത്തെങ്കിലേ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇത് ബുദ്ധി കൊണ്ട് അളക്കുന്ന പ്രമാണം അല്ല, ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കണം. ദൈവജനത്തിൻ്റെ അകത്ത് എന്തെങ്കിലും നമ്മെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഡൺ ഡീൽ. പുതിയ നിയമവിശ്വാസി അത് ആത്മാവിൽ വിശ്വസിച്ച് ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. നമ്മൾ അതുകൊണ്ട് വചനം പറയുന്നത്, പൗലോസ് പറയുന്നത്, ഇങ്ങനെ കാഴ്ചയാലല്ല ജീവിക്കുന്നത്, വിശ്വാസത്താലാ ജീവിക്കുന്നത്. ഒരാമൻ പറഞ്ഞേ ഹല്ലേലൂയ. നാം കാഴ്ചയാലല്ല ജീവിക്കുന്നത്, വിശ്വാസത്താലാ ജീവിക്കുന്നത്. അവിടെ വായിക്കുന്ന പദമുണ്ട്, they were amazed. കർത്താവ് അവനെ സൗഖ്യമാക്കിയപ്പോൾ they were amazed. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, we started seeing strange things today. ആമൻ. എന്നാ കാര്യം എന്ന് പറയും? കാര്യം പറയാമോ? സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഇരുന്നു. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവത്തിലെ എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇന്ന് രാത്രി അവന്റെ ശക്തി ഇതിൻ്റെ അകത്ത് വ്യാപരിക്കുമെന്ന്? ഇന്ന് രാത്രി അവന്റെ ശക്തി ഇതിൻ്റെ അകത്തുണ്ടെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ നിൽക്കുന്നത് കടങ്കഥ പറയാനല്ല നിൽക്കുന്നത്, ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ആളവറ്റ ശക്തിയെ കുറിച്ച് പറയാനാ. യേശുവിന്റെ നാമത്തിൽ ഉടൽ നിന്റെ വിഷയം എന്താണെങ്കിലും ആ വിഷയത്തിൽ ഒറ്റ മറുപടിയാണ്, രണ്ടുത്തരമല്ല. അവന്റെ ശക്തി, അവന്റെ ശക്തി, അവന്റെ ശക്തി. ഇന്ന് രാത്രി നമ്മുടെ മൺകൂടാരത്തിന്റെ അകത്ത് അവന്റെ ശക്തി വ്യാപരിക്കാതെ ഏൽപ്പിക്കാമെങ്കിൽ നീ ആള് മാറിയവനെ പോലെ എഴുന്നേൽക്കും. രാമൻ പറഞ്ഞേ ഹല്ലേലൂയ. അവന്റെ ശക്തി, കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഇരുന്നു. വിടുവിക്കാൻ കർത്താവിന്റെ ശക്തി കൂടെ ഇരുന്നിട്ടും ജനത്തിനൊരു പ്രശ്നമുണ്ട്. they started reasoning. ആ പദം ഒന്നുള്ള വായിച്ചേ. സ്തോത്രം. അവരെന്ത് ചിന്തിച്ചുകൊണ്ടിരുന്നു? വായിച്ചേ. ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്നവർ ആരെന്ന് ചിന്തിച്ചു തുടങ്ങി. എങ്ങനെ ചിന്തിച്ചു? കണ്ടോ, ദൈവപ്രവർത്തിക്കെതിരെ അവര് ചിന്തിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പദമുണ്ട്, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ അറിയാവുന്നവര് പറഞ്ഞാട്ടെ, ജഡീകങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അവയാൽ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന എല്ലാ ഉയർച്ചകളെ നീ ഇടിച്ചു കളയണം. നമ്മളെല്ലാം ജീവിതത്തിൻ്റെ അകത്ത് പിശാച് എങ്ങനെ പോരാടുന്നറിയാമോ? നമ്മൾ പോലും അറിയാതെ ചില കോട്ടകൾ അവിടെ ഇവിടെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കോട്ടകളെ നീ ഇടിച്ചെങ്കിലേ അപ്ഗ്രഡേഷൻ ഉണ്ടാകത്തുള്ളൂ.
സ്തോത്രം. ഹല്ലേലൂയ. പിശാച് പോരാടുന്ന ഒറ്റ വഴി ഇങ്ങനെയാ, നിനക്കെതിരെ പിശാച് നിന്നിൽ തന്നെ കോട്ടയുണ്ടാക്കും. ചിലരുടെ സംസാരം കേട്ടാൽ അറിയാം അവർ കോട്ടയ്ക്കകത്തായിരിക്കുന്നത്. അവൻ ഇന്ന് രാത്രി അങ്ങനെയുള്ള കോട്ടകളെ, നിന്റെ റീസണിങ്സിന്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഉയർച്ചകളെ അവരിടിച്ചു കളയണം. അവരിടിച്ചു കളയണം. ഈ ആരാധനയ്ക്കകത്ത് അങ്ങനെ ഒരു ആത്മീയ യുദ്ധം നടക്കട്ടെ. നിന്റെ വർധനവിനെതിരെ, നിന്റെ അപ്ഗ്രഡേഷനെതിരെ, നിന്റെ വിശാലതയ്ക്കെതിരെ ശത്രു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന എല്ലാ ഉയർച്ചകളെ നീ ഇടിച്ചു കളയണം. എന്തുകൊണ്ടാണ് ചിലർക്ക് വിടുതല പ്രാപിക്കാൻ കഴിയാത്തറിയാമോ? അവരൊരു കോട്ടയ്ക്കകത്തിരിക്കുക. ആ കോട്ടയ്ക്കകത്ത് അവരിയ്ക്കുകയാണ്, ജയിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ചിലർ കണ്ണടച്ചാൽ ഇരുട്ട് മാത്രമാണ് കാണുന്നത്, കോട്ടയ്ക്കകത്തിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലതിന് നീ ആത്മാവിൽ പൊളിച്ചു കളയണം. ആദരങ്ങളെ തുറന്ന് ദൈവത്തെ മഹത്വം കൊടുത്തേ. സ്തോത്രം. ഹല്ലേലൂയ. 1-2 വാക്യങ്ങൾ ദൈവത്തിന് വായിച്ചാട്ട് പുസ്തകത്തിലേക്ക് വന്ന 8-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ട്, ശമര്യയിൽ ഒരു ഉണർവ് നടക്കുകയാണ്. യെരൂശലേം അപ്പോസ്തലന്മാർ ശമര്യയിൽ ഉണർവ് നടക്കുന്ന അറിഞ്ഞ് വായിച്ചു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണമേ. ശമര്യയിൽ ഉണർവ് നടക്കുന്നു. യെരൂശലേമിൽ നിന്ന് അപ്പോസ്തലന്മാർ എവിടെ വന്നറിയാമോ? ശമര്യയിൽ വന്നു. ഈ ശമര്യയിൽ ഉണർവ് നടക്കുമ്പോൾ അതിന്റെ 13-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. സ്തോത്രം. ഈവൻ സൈമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവർത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അനന്തരം യെരൂശലേമിലുള്ള ശീമോൻ എന്ന മന്ത്രവാദി പോലും രക്ഷിക്കപ്പെട്ടു സഭയോട് ചേർന്നു. അവിടെ വായിച്ച ഭാഗം ഇങ്ങനെയാണ്. യെരൂശലേമിൽ അപ്പോസ്തലന്മാർ എവിടെ വന്നു? ശമര്യയിൽ വന്നു. ശമര്യയിൽ വന്ന് അവർ അവരുടെ മേൽ കൈവച്ചു. ജനം പരിശുദ്ധാത്മാവിനാ നിറഞ്ഞു. ശ്രദ്ധിച്ചു കേൾക്കണമേ. അവരുടെ മേൽ കൈവച്ചു, ജനം പരിശുദ്ധാത്മാവിനാ നിറഞ്ഞത് കണ്ട്. 15-ാം വാക്യം വായിച്ചാട്ടോ. 15. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നില്ല. അവർ കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റുന്നതേ ഉള്ളൂ. 18-ാം വാക്യം. അപ്പോസ്തലന്മാർ കൈ വെച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ശ്രദ്ധിച്ചോണേ. ശീമോൻ താനും അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ജനത്തിന്റെ മേൽ വരുന്നത് കണ്ട് ശീമോന് എന്തു കൊണ്ടുവന്നു? ദ്രവ്യം കൊണ്ടുവന്നു. എന്തിനാണെന്നറിയാമോ? ഈ കൃപ എനിക്കൂടെ കിട്ടണം. അവൻ അങ്ങനെ ചിന്തിക്കാൻ ഒരു കാരണമുണ്ട്. അതിന് 20-ാം വാക്യം വായിച്ചേ. 20-ാം വാക്യം. പത്രോസ് അവനോട്, പത്രോസ് പറഞ്ഞ പദം ശ്രദ്ധിച്ചോണേ. ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട്. ശ്രദ്ധിച്ചോണേ. എന്നാ പ്രശ്നം അറിയാമോ? ദൈവത്തിന്റെ പരിജ്ഞാനത്തിനെതിരെ നിൽക്കുന്ന ഒരു നിരൂപണമാ യവനെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഇരുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നം നിൽക്കുകയാണ്. ദൈവപ്രവർത്തിക്ക് തടസ്സമായി ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരെ നിൽക്കുന്ന നിരൂപണങ്ങൾ, ചോദ്യങ്ങൾ. ഇന്ന് രാത്രി നിന്റെ അകത്ത് ദൈവപ്രവർത്തിക്കെതിരെ, നിന്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങളെ പരിശുദ്ധാത്മാവിന് രാത്രി ഡീൽ ചെയ്യുകയാണ്. ആ ചോദ്യങ്ങളെ, ഉയർച്ചകളെ നീ ആത്മാവിൽ ഇടിക്കാൻ തയ്യാറാകുക. കഴിഞ്ഞ ദിവസം ഇതിനകത്ത് ആവർത്തിച്ച് ദൈവാത്മാവ് ഇടപെട്ടൊരു പദം ഇന്ന് രാത്രി ഒന്നുകൂടെ ആവർത്തിക്കുക. നിന്നോട് ദൈവം വാഗ്ദത്തം പറഞ്ഞെങ്കിൽ, നിന്നെ ദൈവം പേര് ചൊല്ലി വിളിച്ചെങ്കിൽ അവൻ നിന്നെ കൈവിടത്തില്ലെന്ന്, അവൻ നിന്നെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുമെന്ന് നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ അത് നിന്റെ മേൽ തന്നെ നിറവേറ്റുമെന്ന് വിശ്വസിക്കുന്നവർ ജയത്തോടെ കർത്താവ് നന്ദി പറഞ്ഞ് അവൻ വാഗ്ദത്തം ചെയ്തെങ്കിൽ വിശ്വസിക്കാൻ തയ്യാറാണ്. നിന്റെ അകത്ത് ഉയരുന്ന ഉയർച്ചകളെ നീ ഇടിച്ചു കളയാൻ തയ്യാറാണെങ്കിൽ ദൈവത്താൽ നിനക്ക് അപ്ഗ്രഡേഷനുകൾ ഉണ്ടാകും.
ദൈവം നമ്മെ വിസിറ്റ് ചെയ്യുമ്പോൾ we are sitting and reasoning against the purposes of God. സൗഖ്യമാകുവാൻ ദൈവശക്തി അവനോട് കൂടെ ഇരിക്കുമ്പോഴും ഹല്ലേലൂയ, ഒരുത്തന് മാത്രമല്ല ഒത്തിരി പേരുടെ മേൽ ദൈവിക വിടുതലിന് വേണ്ടി ദൈവശക്തി അവനോടുകൂടെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ, അതിന് തടസ്സമായി റീസണിങ്സ് നിൽക്കുകയാ, ചോദ്യങ്ങൾ നിൽക്കുകയാണ്. ഇന്ന് രാത്രി നിന്റെ അകത്ത് നിന്റെ വാഗ്ദത്തത്തിനെതിരെ ഉയരുന്ന ഉയർച്ചകളെ, ചിന്തകളെ നീ തകർത്തുകള. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. നമ്മുടെ വിടുതൽ പലപ്പോഴും നാം തന്നെ തടസ്സം. രാമൻ പറഞ്ഞേ, ദൈവമല്ല നമ്മുടെ വിടുതൽ തടസ്സം, സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി കൂടിയിരിക്കുക. പക്ഷെ വിടുതലിന് തടസ്സം നിന്റെ അകത്തുയരുന്ന ചിന്തകളാണ്. ശീമോനോട് പത്രോസ് ചോദിക്കുക, സ്തോത്രം, നീ ഇങ്ങനെ നിരൂപിച്ചത് കൊണ്ട് ഉണ്ടോ? അവൻ രക്ഷിക്കപ്പെട്ടതാ, നിരൂപിച്ചത് കൊണ്ട്. അവന്റെ ഒറ്റ നിരൂപണം പൗലോസ് പദം ശ്രദ്ധിച്ചോണേ, നിന്റെ പടം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. ഇന്ന് രാത്രി ദൈവവേദനെ മറന്നു പോകല്ലേ. നമ്മുടെ അകത്ത് ദൈവശക്തിക്കെതിരെ, ദൈവപ്രവർത്തിക്കെതിരെ നിരൂപണം പൊന്തി വരരുത്. സുശേഷ 16-ാം അധ്യായം, ഞാൻ 1-2 വചനങ്ങൾ വേഗത്തിൽ നിങ്ങൾ ശ്രദ്ധയിലേക്ക് വെക്കുക. 16-ാം അധ്യായം 16 വേദഭാഗത്തിന്റെ അകത്ത് സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു ശീമോനെ വിളിച്ചു വെച്ച് പറഞ്ഞു, നീ ശീമോൻ അല്ല, നീ പത്രോസാണ്, നീ പാറയാണ്. ഈ പാറമേ ഞാൻ സഭയെ പണിയും. ഞാൻ ആ വചനം ഒരിക്കൽ ഇവിടെ എടുത്തിട്ടുള്ളതാണ്. യേശു പറഞ്ഞ പദം ഇതാണ്, നീ എന്നിൽ നടത്തിയെടുത്ത പാറ കഷ്ണമാണ്. ഈ ഭയങ്കര ദൂത് ശീമോന് കൈമാറുകയാണ്. നീ പാറയാകും, നീ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കത്തില്ല. ഈ ദൂത് പറഞ്ഞ ശേഷം ഉടനെ കർത്താവായ യേശു ക്രിസ്തു, കർത്താവ് ഈ ഭൂമി വന്നതിന്റെ ദൗത്യത്തെ കുറിച്ച് പറഞ്ഞു. കർത്താവിന്റെ കഷ്ടാനുഭവത്തെ കുറിച്ചും ക്രൂശീകരണത്തെ കുറിച്ചും ഒരു ചെറിയ ഹിന്റ് കൊടുത്തു. കർത്താവ് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ സ്തോത്രം, പത്രോസ് ഇടയ്ക്ക് ചാടിക്കേറി വീണു. കർത്താവിന്റെ കരത്തിന് പിടിച്ച് മാറ്റി നിർത്തി. ഈ പത്രോസ് പറയുകയാണ്, ഇതുവരെ ശീമോനായിരുന്നു, പത്രോസായി. പത്രോസ് പറയുകയാണ്, നിനക്കങ്ങനെ ഭവിക്കരുത്. യേശു എന്തോ മറുപടി പറഞ്ഞ വായിച്ചേ. ഈ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അടുത്ത 2 വാക്യോട് കഴിഞ്ഞ ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. യേശു പത്രോസിനോട് പറയുക, അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി. നോക്കിയേ, പത്രോസ് അവനെ വേറിട്ട്, നോക്കിയേ, ഭയങ്കര നിയോഗത്തിനു വേണ്ടി തിരഞ്ഞെടുത്തതാ. കർത്താവ് ഈ കാര്യം പറഞ്ഞ ഉടനെ പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയിട്ട് പറയുക, നാഥാ, നിനക്ക് അങ്ങനെ ഭവിക്കരുതെന്ന് പറഞ്ഞു തുടങ്ങി. യേശു എന്തോ മറുപടി പറഞ്ഞറിയാമോ? അവനോ തിരിഞ്ഞ് പത്രോസിനോട്, ഈ പദം ഒന്ന് ശ്രദ്ധിച്ചോണേ. ഈ കഴിഞ്ഞ മിനിറ്റുകളിൽ ശീമോനോട് യേശു പറയുക, നീ ശീമോനല്ല, നീ പത്രോസ, എന്നീ നടത്തിയെടുത്ത പാറയാണ്. ഞാൻ സഭയെ പണിയും. നീ യു ആർ ദ കീ പില്ലർ. ഇത്രയും പറഞ്ഞ ശേഷം യേശു തിരിഞ്ഞ് ഇവനെ ശാസിക്കേണ്ട വന്നു. യേശു എന്താ പറഞ്ഞറിയാമോ? സാത്താനെ, എന്നെ വിട്ടുപോ, ശ്രദ്ധിച്ചോണേ, ഇടർച്ചയാകുന്നു. ആ പദം ഒന്ന് ശ്രദ്ധിച്ചോണേ. യേശു പറഞ്ഞത്, ബ്രദറെ, നീ പറഞ്ഞത് തെറ്റിപ്പോയി നല്ല പറഞ്ഞത്. ഇന്ന് രാത്രി ജയം വ്യാപരിക്കണോ? ഉയർച്ചകളെ നീ ഇടിക്കണം. ദൈവത്തിന്റെ പരിജ്ഞാനം ഇത് അടുത്തൊരു സീസണിലോട് ദൈവം ചിലർ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുക. പക്ഷെ ഇന്ന് രാത്രി നീ ഡീൽ ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. നിന്റെ അകത്ത് ഉയരുന്ന ഉയർച്ചകളെ നീ ഇടിച്ചു കളയണം. ഹല്ലേലൂയ. ദൈവവചനം നിന്നെ നോക്കി ഒരു പദം പറഞ്ഞാൽ അത് അങ്ങനാന്നോ ഇങ്ങനാന്നോ, എങ്ങനെ നോക്കും, അങ്ങനെ നോക്കുമോ, ഇങ്ങനെ നോക്കുമോ, ഇതൊന്നും നീ ചിന്തിക്കരുത്. ആ ചിന്ത നിന്റെ അകത്ത് വരുന്നെങ്കിൽ അതിന്റെ സോഴ്സ് പിശാചാണ്.
എന്തിനാണെന്നറിയാമോ? നിന്നെ ബ്ലോക്കാക്കാൻ, നിന്റെ വഴി അടയ്ക്കാൻ, നിന്റെ നിയോഗത്തെ തടുത്തു നിർത്താൻ. ഇന്ന് രാത്രി ദൈവം പറയുകയാണ്, അവൻ ചർച്ച് റൈസ് അപ്പ്, അവൻ ഉയരുന്ന ഉയർച്ചയെ നീ ഇടിച്ചു കളയണം. രാമൻ പറഞ്ഞേ, ചില ഈ സാമ്പത്തിക കാര്യം പറഞ്ഞ ഇച്ചിരുടെ കാര്യം പെട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ സാമ്പത്തിക കാര്യം പറയുന്നത്. ഈ ചിലരുടെ സാമ്പത്തിക സ്ഥിതി മാറാറേ ഇല്ല. For generations after generation they are going in same situation, same cycle. അവരുടെ മനസ്സിനകത്തൊരു കോട്ട കിടക്കുക എന്ന് പറഞ്ഞാൽ അവർ കണ്ടതങ്ങനെ, കേട്ടതങ്ങനെ, ജീവിക്കുന്നതങ്ങനെ. അപ്പം അവരുടെ അകത്ത് ഓട്ടോമാറ്റിക്കലി ഒരു സ്ട്രോങ് ഹോൾഡ് കിടക്കുക. അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആ സ്ട്രോങ് ഹോൾഡിൻ്റെ അകത്ത് കിടക്കുന്നിടത്തോളം കാലം their situations will never change. ഒരു പക്ഷെങ്കിൽ നീ ഇന്ന് വരെ ദൈവശക്തിയുടെ മാനിഫെസ്റ്റേഷൻ കണ്ടിട്ടില്ലായിരിക്കാം. ഒരു രോഗി സൗഖ്യമാകുന്ന നീ നിന്റെ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ലായിരിക്കാം. പക്ഷെ ഈ പുസ്തകം പറയുകയാണ്, അവൻ രോഗിയെ സൗഖ്യമാക്കുന്ന ദൈവമാണ്, അവൻ കുരുടന് കാഴ്ച കൊടുക്കുന്ന ദൈവമാണ്. നീ അവൻ നിന്റെ കണ്ണുകൊണ്ട് കണ്ടോ കണ്ടില്ലയോ അതൊന്നുമല്ല ഇന്ന് രാത്രി വിഷയം. അവൻ എൻ്റെ സാഹചര്യം ഇങ്ങനെ അങ്ങനെ, ആമേൻ, എൻ്റെ മാതാപിതാക്കളുടെ സാഹചര്യം അങ്ങനെ, ഇത് മാറുമോ ഇല്ലയോ? ദൈവ പൈതലാണെങ്കിൽ നീ അങ്ങനെ ചിന്തിക്കരുത്. ആ ചിന്തകൾ നിന്റെ വിടുതലിന് തടസ്സമാണ്. യേശു പറഞ്ഞൊരു പദം ശ്രദ്ധിച്ചോണേ. ആരോട് പറഞ്ഞറിയാമോ? ദൈവസഭയുടെ കീ പില്ലറായി തിരഞ്ഞെടുത്ത മനുഷ്യരോട് പറയുക. അവൻ പറഞ്ഞൊരു പദം തെറ്റി. ആ തെറ്റിപ്പോകാൻ ഒരു കാരണമുണ്ട്. യേശു പറയുക, നീ എനിക്ക് ഇടർച്ചയാകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ശക്തി പത്രോസേ നിന്നിൽ കൂടെ വ്യാപരിക്കാൻ പോകുക. പക്ഷെ ഒരു കാര്യം, അവൻ നീ ഇടർച്ചയായി നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയാമോ? നീ ഇപ്പം ചിന്തിച്ച ചിന്തയുണ്ടല്ലോ, അത് ദൈവത്തിന്റെ ചിന്തയല്ല, മനുഷ്യരുടെ ചിന്തയത്രേ. ഇന്ന് രാത്രി നമ്മുടെ അകത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്ക് പകരം മനുഷ്യന്റെ ചിന്ത വ്യാപരിക്കുന്നുണ്ടെങ്കിൽ യേശു നമ്മെ നോക്കി പറയും, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിജ്ഞാനത്തിനെതിരെ നമ്മുടെ അകത്ത് പൊന്തി വരുന്ന ഉയർച്ചകൾ, അവൻ ഇന്ന് രാത്രി ഞാൻ ഇത് പറയുമ്പോൾ ആത്മാവിൽ ദൈവം ഒരു വെളിപ്പാട് കാണിക്കുക. അവൻ വിദ്യാഭ്യാസ യോഗ്യതകളുണ്ട്, അവൻ ഹല്ലേലൂയ നല്ല ഉയർച്ചകളിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ നിന്റെ അകത്ത് ദൈവശക്തിക്കെതിരെ അവൻ ഉയർച്ചകൾ കിടക്കുകയാണ്. ഇന്ന് രാത്രി നീ അതിനെ ഇടിക്കാമെങ്കിൽ അവന്റെ ശക്തി നിനക്ക് വേണ്ടി വ്യാപരിക്കും. ദൈവജനത്തിന് വാക്യമുണ്ട്, സ്തോത്രം, വിടുവിപ്പാൻ അവനെ കരം കുറുകിയിട്ടില്ല. രാമൻ പറഞ്ഞേ, ആമൻ, ഇന്ന് രാത്രി ആ ശക്തി വിശ്വാസം ഉണ്ടോ? ഹല്ലേലൂയ. യേശു ശിമോനോട് പറയുക, ആമൻ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്രേ ചിന്തിക്കുന്നത്. എല്ലാവരും ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കരുത്. നമ്മുടെ ചിന്തയാ പലതിനും തടസ്സം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 27-ാമത്തെ വചനം ഒന്ന് ഓടിച്ച് വായിച്ചേ. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 27-ാം വാക്യം. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം, ഈ വാക്യം എല്ലാവരും ഉറക്കെ വായിച്ചേ. പിശാചിന് ഇടം കൊടുക്കരുത്. എങ്ങനെ പിശാചിന് ഇടം കൊടുക്കുന്നേ? അവരവരെ പിശാചിന് ഇടം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പം പരിശോധിച്ചോണം. ആർക്കിടം കൊടുക്കരുത്? പിശാചിന്. യേശു എന്താ ശീമോനോട് പറഞ്ഞത്? ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. അപ്പൊ ഇവനെ ആർക്കിടം കൊടുത്തു? എങ്ങനെ കൊടുത്തു? ദൈവത്തിൻ്റെതല്ല, മനുഷ്യരുടെ ചിന്ത. ഇവൻ ചിന്തിച്ചപ്പോൾ ആർക്കിടം കൊടുക്കുകയായിരുന്നു? പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. ദൈവത്തെ കടന്ന് വിശ്വസിക്കാൻ നാം തയ്യാറാകണം. ഞാൻ ഒത്തിരി കാര്യങ്ങൾക്ക് പറയണമെന്നുണ്ട്, സമയത്തിൻ്റെ പരിമിതി മുൻപിൽ നിൽക്കുന്നത് കൊണ്ട്. യേശു കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്, യോഹന്നാൻ സുവിശേഷത്തിലേക്ക് ഓടി വന്നാട്ടെ. 7-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ തിരുവെഴുത്താൻ തോന്നുന്നു, 38-ാമത്തെ വചനത്തിൻ്റെ അകത്ത് യോഹന്നാൻ സുവിശേഷം, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ. 37-ാം വാക്യം മുതൽ വായിച്ചു. 37-ാം വാക്യം മുതൽ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, ഈ പദങ്ങൾ ശ്രദ്ധിച്ചോണേ, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഈ വചനം
കഴിഞ്ഞ 38, 40, 50 വർഷമായിട്ട് നമ്മുടെ കയ്യിരിക്കുക. ഇതിരിക്കുന്നതല്ലാതെ ഇന്ന് വരെ പാനം ചെയ്തിട്ടില്ല. ഈ നമുക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ റിസോഴ്സസ് എത്ര വലുതാണെന്നറിയാവോ? പക്ഷെ നമ്മൾ പാനം ചെയ്യത്തില്ല. എന്നാ കാര്യം എന്നറിയാമോ? നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകണം. ചിലത് കണ്ണടച്ചങ്ങ് വിശ്വസിക്കണം. യേശു പറയുക, ദാഹിക്കുന്നവൻ വാ, ഇച്ഛിക്കുന്നവൻ സൗജന്യമായി കുടിക്കട്ടെ. അടുത്ത പദം വായിച്ചേ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന്. എന്നിൽ ഇതിന്റെ അകത്ത് ഇരിക്കുന്ന ദൈവമക്കൾ കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവത്തിലാണ്. അങ്ങനെയാണ് അങ്ങ് ദൈവമക്കളെ കുറിച്ച് കർത്താവ് പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയും പോലെ അവൻ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എവിടുന്നാ ഒഴുകുന്നത്? എവിടുന്നാ ഒഴുകുന്നേ? ഉള്ളിൽ നിന്ന്. ഉറക്കെ പറ, എവിടുന്നാ ഒഴുകുന്നേ? ഉള്ളിൽ നിന്ന്. ഈ മലയാളത്തിന്റെ ട്രാൻസ്ലേഷൻ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മൂലഭാഷയിലെ സ്തോത്രം തിരുവെഴുത്തിന്റെ അകത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, സ്തോത്രം, ഫ്രം ഹിസ് ഇന്നർമോസ്റ്റ് ബീയിങ് വിൽ ഫ്ലോ കണ്ടിന്യൂവലി റിവേഴ്സ് ഓഫ് ലിവിങ്. ഇത് മൂലഭാഷയിലെ ട്രാൻസ്ലേഷനാണ്. ഫ്രം ഹിസ് innermost, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഫ്രം മൈ ഇന്നർമോസ്റ്റ് ബീയിങ്. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ നിന്ന്, പാസ്റ്റർ ഉള്ളിൽ നിന്ന് നിന്റെ വിടുതലിന് നിന്റെ അകത്തു നീ നദി ഒഴുകിയെങ്കിലേ ഒക്കത്തുള്ളൂ. എങ്ങനെ ഒഴുകുമെന്നറിയാമോ? നീ വിശ്വസിച്ച് പാനം ചെയ്യാൻ തുടങ്ങണം. ഹല്ലേലൂയ. ഞായറാഴ്ച ഈ പുസ്തകം, ഞായറാഴ്ച പലരും പുസ്തകം കൊണ്ടുവരികയല്ല. ഫാഷൻ ഇപ്പം ഈ ആധുനിക യുഗമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. സ്വന്തം കൊണ്ടുവന്നാൽ തുറക്കത്തില്ല. ഇവിടെ വന്ന് തുറന്നാൽ വീട്ടിൽ ചെന്ന് പിന്നെ തുറക്കാറേ ഇല്ല. ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്, വിശ്വസിക്കുന്നവൻ അവൻ വാകുഞ്ഞ് നീ പാനം ചെയ്, നിന്റെ വിടുതൽ നിന്റെ കരങ്ങൾ തരികയാണ്. നിന്റെ അകത്തുനിന്ന് നദി ഒഴുകട്ടെ. ഇതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. 38-40 വർഷമായിട്ട് നമ്മൾ ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. We are reasoning against the power of God. മനസ്സിലാകുന്നുണ്ടോ ദൂത്? ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്റ്റോപ്പ് റീസണിങ്. ഹല്ലേലൂയ. ഈ അഭിഷേകം പ്രാപിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യം. ഒത്തിരി എളുപ്പമുള്ളത് കൊണ്ടാണ് നമുക്കിത് പറ്റാത്തത്. നമ്മളൊരു വാക്ക് ഇങ്ങനെ കിട്ടാനായിട്ട്, കർത്താവേ നീ എൻ്റെ വാല് വാക്ക് വെച്ച് തരണം, നിൻ്റെ അങ്ങനെ സിസ്റ്റം. യു ഹാവ് ടു ഓപ്പൺ യുവർ മൗത്ത്. നിന്റെ പണി നീ ചെയ്യ്. കർത്താവിൻ്റെ പണി കർത്താവ് ചെയ്തിട്ടുണ്ട്. നീ നിന്റെ ആദര തരുന്ന ആ ഭാഷയൊന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇത് വിശ്വസിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. റീസണിങ്സ് ഇന്ന് രാത്രി പൊളിയട്ടെ. റീസണിങ്സ് ഇന്ന് രാത്രി പൊളിഞ്ഞാൽ നിന്നെ കുറിച്ചുള്ള നിയോഗങ്ങൾക്കകത്ത് ഇന്ന് രാത്രി നിനക്കൊരു അപ്ഗ്രേഡേഷൻ ഉണ്ടാകും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ചില പുതിയ ഭാഷ സംസാരിക്കണം. ഇതിന്റെ അകത്ത് ഇന്ന് രാത്രി നിന്നിൽ ദൈവശക്തി വ്യാപരിക്കണമെന്ന് അവന്റെ ശക്തി ഇന്ന് രാത്രി നിന്നിൽ വ്യാപരിക്കട്ടെ. ഞാൻ ഇന്ന് രാത്രി ദൂത് പറയാം, ദൈവശക്തി വ്യാപരിച്ചെങ്കിലേ ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് ജയമുണ്ടാകത്തുള്ളൂ. നമ്മൾ എത്ര നാൾ ഒരു പാസ്റ്ററെ, ഒരു പ്രവാചകനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കും? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ആമേൻ, ഹല്ലേലൂയ. നീ ആരെ എങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവിതം നിർത്തിയിട്ട് ഇന്ന് രാത്രി നിന്റെ അകത്തുനിന്ന് അഭിഷേകം പ്രാപിച്ചത് ഇന്ന് രാത്രി ആത്മനദി നിന്റെ അകത്തുനിന്ന് ഒഴുകട്ടെ. അവൻ നിന്റെ അകത്തുനിന്ന് from your innermost being ആ നദി ഇന്ന് രാത്രി ഒഴുകി തുടങ്ങട്ടെ. Stop reasoning against the power of God. ദൈവശക്തിക്കെതിരെ നീ ചിന്തിക്കരുത്. ഞാൻ ഈ പറഞ്ഞ ദൂത് മനസ്സിലാകുന്നു. സമയത്തിൻ്റെ കുറവ് വളരെ വേഗത്തിൽ പറഞ്ഞു വിടുക. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ അകത്തുനിന്ന് എവിടുന്ന് ഒഴുകണം? ഫ്രം മൈ ഇന്നർമോസ്റ്റ് ബീയിങ്. എല്ലാവരും അവരവരുടെ വയറിരുന്ന് കൈവച്ചേ, അവരവരുടെ വയറെ നോക്കൂ. ഫ്രം മൈ ഇന്നർമോസ്റ്റ് ബീയിങ് എന്തോ ഒഴുകണം? The rivers of living water. ഈ നദി ഒഴുകിയാൽ നിന്റെ വീട്ടിൽ സമാധാനം ഉണ്ടാവും. ഒരാൾ ചൂടായാൽ ഈ നദി ഒഴുകിയാൽ മതി, ഭയങ്കര ശാന്തത വെളിപ്പെടും.
ഈ നദി ഒഴുകിയില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. ഈ നദി ഒഴുകിയ ഭയങ്കര സമാധാനമായിരിക്കും. ഒരാമൻ പറഞ്ഞേ. ഒരുപക്ഷെ നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും നദി ഒഴുകിയ ഭയങ്കര ആനന്ദമായിരിക്കും. ഒരാമൻ പറ. ആ സന്തോഷം തിരിച്ചറിയുന്ന കർത്താവ് നന്ദി പറഞ്ഞേ. നമുക്ക് കർത്താവ് നൽകിയ റിസോഴ്സസ് എത്ര ഭയങ്കര നമ്മുടെ അകത്ത് ഇത് വെച്ചിരിക്കുക. നമ്മൾ തരണേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് പറയാം നിൻ്റെ അകത്ത് വെച്ചേക്ക കുഞ്ഞേ. യു റിലീസ് ഇറ്റ്. സ്റ്റോപ്പ് റീസണിങ്. ഇന്ന് രാത്രി ആ ചിന്തകളെല്ലാം പോട്ടെ. നമുക്ക് മതം എവിടുന്ന് ഈ പ്രശ്നം എന്നറിയാമോ? മതം നമുക്ക് തരുന്ന റീസണിങ്സ് ആയത്. ഹല്ലേലൂയ. മതം തരുന്ന റീസണിങ്ങൾ ഇന്ന് രാത്രി മാറട്ടെ. ഇന്ന് രാത്രി സൗഖ്യമാക്കുവാൻ അവൻ്റെ ശക്തി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. സൗഖ്യമാക്കുവാൻ അവൻ്റെ ശക്തി, വിടുവിപ്പാൻ അവൻ്റെ ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നു. നിനക്കൊരു അപ്ഗ്രഡേഷൻ തരാൻ അവൻ്റെ ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി അത് ബോധ്യമുണ്ട്? എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ വിടുതൽ വരുമെന്നല്ല. അല്ല കുഞ്ഞ്, ഇന്ന് രാത്രി നിനക്കത് വിശ്വസിക്കാമോ? ഇന്നായിരിക്കും നിന്റെ വിടുതലിൻ്റെ രാത്രി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒന്ന് രണ്ട് വേദഭാഗങ്ങളുടെ വേഗത്തിൽ ധ്യാനിച്ചു വിടാം. എഫെസ്യ ലേഖനം 3-16 വാക്യം വായിച്ച. എഫെസ്യ ലേഖനം 3-16 വാക്യം. എഫെസ്യ ലേഖനം 3 Ephesians chapter 3 verse 16. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 3-16 വാക്യം. അവൻ തന്നെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്. ഏത് മനുഷ്യനാ? അകത്തെ മനുഷ്യനെ. കർത്താവ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്നവിടെ അകത്തുനിന്നാ ചെയ്യുന്നത്. തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്. എന്നെ മേൽ കൊടുക്കുന്ന യുവർ ഇന്നർ മാൻ. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഈ ചിലരുടെ ജീവിതത്തിന്റെ അകത്തെ മനുഷ്യൻ ദൈവശക്തി വ്യാപരിക്കുന്ന അവൻ പോലും അറിയുന്നില്ല. ഞാൻ അങ്ങനെ കുറേ നാൾ ഇരുന്നിട്ടുണ്ട്. ദൈവശക്തി വ്യാപരിക്കുക, പക്ഷെ മതം കയറി ഇങ്ങനെ മുറ്റിയിരിക്കുക. മതത്തിൻ്റെ കുറേ ആളുകളുണ്ട് ചുറ്റും. മതത്തിൻ്റെ കുറേ ചിന്തകൾ. ഹല്ലേലൂയ. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഈ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണമെങ്കിൽ ഒരു നല്ല സജഷൻ പറയാം. ആഴ്ചയിൽ 1-2 ദിവസം ദൈവമക്കൾ ഉപവസിക്കണം. നമ്മൾ 3 നേരം കഴിക്കേണ്ടതിന് 6 നേരം വേണേലും കഴിക്കും. പിന്നെ ഈ 6 നേരം കഴിക്കുന്ന ജീവിതത്തിനകത്ത് എങ്ങനെ അകത്തെ മനുഷ്യൻ ബലപ്പെടും? നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കാൻ നീ തയ്യാറാകണം. കർത്താവ് പറയുക, നിന്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നീ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ പുറത്ത് നിനക്കെതിരെ ഉയരുന്നതൊന്നും നിന്നെ തൊടുകയില്ല. ഇന്ന് രാത്രി ഞാൻ ദൈവശക്തി എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞത്, അകത്ത് ദൈവശക്തി വ്യാപരിച്ചാൽ പുറത്ത് നിനക്കെതിരെ പ്രോഗ്രാം ചെയ്തതൊന്നും നിന്നോട് അടുത്തു വരത്തില്ല. മനസ്സിൽ രാമൻ പറഞ്ഞ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഉദാഹരണങ്ങൾ പറയാൻ ഒത്തിരി ഉണ്ട്. ഈ നിങ്ങൾ സാധു സുന്ദർ സിംഗ് എന്ന ദൈവദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു ട്രെയിൻ യാത്രയ്ക്കകത്തൊരു മന്ത്രവാദി സാധു സുന്ദർ സിംഗിനെതിരെ മന്ത്രം ചൊല്ലാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഞാൻ മന്ത്രം ചൊല്ലിയ ഒത്തിരി പേർ ഞാൻ മന്ത്രം ചൊല്ലുമ്പോൾ രക്തം ശബ്ദിച്ച് മരിച്ചു വീണിട്ടുണ്ട് എൻ്റെ മുമ്പിൽ. ഞാൻ നിനക്കെതിരെ മന്ത്രം ചൊല്ലാൻ പോകുക. അകത്തു വെളിപ്പാടുള്ള ദൈവദാസൻ അതിനോട് വലുതായിട്ടൊന്നും പ്രതികരിച്ചില്ല. വളരെ ശാന്തമായിട്ടിരുന്നു. മന്ത്രം ചൊല്ലിയ മന്ത്രവാദി ചില മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്തോത്രം ദൈവദാസന്റെ മുമ്പിൽ തളർന്നു വീണു. ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ അകത്ത് അമാനുഷികമായ ശക്തി നിന്നിൽ വ്യാപരിക്കുകയാ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവത്തിലെ നിനക്കിത് എന്തെങ്കിലും കിട്ടുമെന്ന് അവർ നോക്കിയിരിക്കുകയല്ല. ഇന്ന് രാത്രി നിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. ആ വെളിപ്പാട് നിന്റെ അകത്തുണ്ടാകട്ടെ. നിന്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ട ദൈവത്തിലെ യു ആർ വൺ വിത്ത് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇൻ യുവർ സ്പിരിറ്റ്. നിന്റെ അകത്തെ മനുഷ്യൻ ആരെ പോലെ ഇരിക്കുന്നറിയാമോ? യേശുവിനെ പോലെ ഇരിക്കുന്നത്. ഇന്ന് രാത്രി നാഥി നിന്നെ ഒഴുകട്ടെ. ദൈവശക്തി വ്യാപരിച്ചു തുടങ്ങട്ടെ. ആ ദൈവശക്തി വ്യാപരിച്ച രോഗശക്തിക്ക്, ആ വിചാരങ്ങൾക്ക്, പൈശാചിക വിധിയെടുത്തിരിക്കുന്ന
ശത്രുവിന് നിന്റെ മേൽ ആധിപത്യം വരികയില്ല. ഈ ചിലർ ജനിക്കുമ്പോൾ ജാതകമൊക്കെ എഴുതി ചിലതിനെ കുരുക്കിയ ചില കേസുകളുണ്ട്. അതൊക്കെ പൊട്ടണേ നിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിച്ചാൽ മതി. സെക്കൻഡ് കൊണ്ട് പൊട്ടിത്തെറിക്കുക അതൊക്കെ. രാമേ പറ ഹല്ലേലൂയ, സ്തോത്രം, താങ്ക് യു ജീസസ്. ഒരു വാക്യോട് വായിച്ച കൊലോസ്യ ലേഖനം 19 വാക്യോട് വായിച്ചേ. 19 വാക്യം. അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും. 17 വാക്യം വായിച്ചേ. 17 വാക്യം. So that Christ may dwell in your heart through faith. വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും. 17 വാക്യം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. നോക്കിയേ, എന്റെ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് so that Christ may dwell in your heart through faith, and you may having been deeply rooted and grounded in love. ക്രിസ്തു വിശ്വാസത്താൽ എൻ്റെ അകത്ത് വസിക്കണം. ഇത് നമ്മുടെ സെൻസസ് കൊണ്ട് സെൻസ് ചെയ്യാൻ ഒക്കത്തില്ല. സെൻസ് ചെയ്യാൻ നിൽക്കരുത്, അളക്കാൻ നിൽക്കരുത്. എൻ്റെ അകത്ത് കർത്താവ് യേശു വസിക്കുന്നത് ബോധ്യമുള്ളവരെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. ലെറ്റ് ലോർഡ് കർത്താവ് അത് കാണട്ടെ. ഇന്ന് രാത്രി നിന്റെ സാഹചര്യം എന്തുവാണെങ്കിലും സ്തോത്രം, ഹല്ലേലൂയ, സ്റ്റോപ്പ് റീസണിങ്. ഇന്ന് രാത്രി റീസണിങ്സിനെല്ലാം മാറ്റൊരു ജയം വെളിപ്പെടും. ഇന്ന് രാത്രി പൗലോസ് പറയുകയാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ അകത്ത് വസിക്കണം. 19 വാക്യം വായിച്ചേ. 19 വാക്യം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം. എന്റെ ബൈബിളിൽ കൊടുത്തിരിക്കുന്നതിനെയാണ് may you be filled up to all the fullness of God. May you be filled up with all the fullness of God. ആ നിറവിന് നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ സ്തോത്രം, പിന്നെ ലാക്കിന് നിന്റെ മേൽ നിൽക്കാൻ. ഇന്ന് അഭിമുഖീകരിക്കുന്ന പലതും നിന്നെ വിട്ട് അപ്രത്യക്ഷമാകും. പക്ഷെ നമ്മുടെ പ്രശ്നം എന്നറിയാമോ? We are still sitting, reasoning against the power of God. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ വായിച്ചാട്ട്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ, മുമ്പേ പറഞ്ഞ വാക്യം കൂടെ ചേർത്ത് പറയാ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആ ക്രിസ്തു ആരിൽ വസിക്കുക? എന്നിൽ വസിക്കുക, നിങ്ങൾ വസിക്കുക. സൗഖ്യമാക്കുവാൻ കർത്താവിന് ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. നെവർ എവർ ലിമിറ്റ് ഗാഡ്. സ്തോത്രം. അടുത്ത വാക്യം വായിച്ച 10-ാം വാക്യം. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലവനായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഇന്ന് രാത്രി ദൂതൊന്ന് വിശ്വസിക്കാമോ? സ്തോത്രം. ആമേൻ. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും തലയായ അവനിൽ ഞാൻ അതിനെ തുറന്നു പറഞ്ഞേ. എല്ലാ വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾ ചിലരിത് പറയുന്നില്ല, കാരണം സ്റ്റിൽ യു ആർ റീസണിങ്. ആമേൻ. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും തലയായ അവനിൽ ഞാൻ പരിപൂർണരായിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഇന്ന് രാത്രി ആമേൻ ആമേൻ. ആ വചനം ഒന്ന് പറ. ഇന്ന് രാത്രി ഹല്ലേലൂയ, ആ വചനം ഇന്ന് രാത്രി above every reasonings. ഇന്ന് രാത്രി നീ പരിപൂർണനായി എന്നെങ്കിലും നീ പരിപൂർണനാകാൻ സാധ്യതയുള്ളതല്ല. ദൈവജനം പറയുകയാണ്, നീ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവത്തിലാണോ? ക്രിസ്തു നിന്റെ അകത്തു വസിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ അതരെ തുറന്നു പറ. എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും തലയായ അവനിൽ ഞാൻ പരിപൂർണനാണ്. ഞാൻ പരിപൂർണനാണ്. I am complete in Christ. I am perfect in Christ. ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനാണ്.
ഞാൻ ഈ പറയുന്ന വചനത്തിൻ്റെ അകത്തൊക്കെ ഭയങ്കര ദൈവശക്തിയാണ് വ്യാപരിക്കുന്നത്. പക്ഷെ അത് വിശ്വസിച്ചെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകത്തുള്ളൂ. ഞാൻ ആരാണ്? ക്രിസ്തുവിൽ പരിപൂർണനാണ്. റോമലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ച്. റോമലേഖനം 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കണ്ടോ? ഇതെല്ലാം കൂട്ടി ധ്യാനിച്ചോണം. ക്രിസ്തു വിശ്വാസത്താൽ എൻ്റെ അകത്ത്, അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമൃദ്ധേഹം രൂപമായി വസിക്കുന്നത്. സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വത്തിനും തലയായ അവനിൽ ഞാൻ, അവരവരുടെ പേര് പറ, സന്തോഷ്, പരിപൂർണനാണ്. For time and eternity ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനാണ്. അവൻ എൻ്റെ അകത്ത് വസിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ള എനിക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അടുത്ത പദം ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഇത് വിശ്വസിക്കാമോ? സ്റ്റോപ്പ് റീസണിങ്. നമ്മുടെ ഈ കൊച്ചു ബുദ്ധി മാറ്റിവെക്ക്. വചനം പറയുക, ആമേൻ. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എൻ്റെ അകത്ത് വ്യാപരിക്കുന്നൊരു പ്രമാണമുണ്ട്. ആ പ്രമാണം മരണത്തിൻ്റെ പ്രമാണമല്ല, പാപത്തിൻ്റെ പ്രമാണമല്ല. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നെന്ന് ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവത്തിലെ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന പ്രമാണം അവൻ ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ്. അത് പാപത്തിന്റെ പ്രമാണത്തെയും മരണത്തിന്റെ പ്രമാണത്തെയും തകർത്ത് കളഞ്ഞ പ്രമാണമാണ്. ഈ വചനത്തിൽ കൂടെ ദൈവശക്തി വ്യാപരിക്കണം നമ്മളിൽ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുകയും ചിന്തിക്കുന്ന, കർത്താവ് ഇന്ന് പകൽ നമ്മുടെ പ്രാർത്ഥന നോക്കിയാൽ അറിയാം, കർത്താവ് ഞങ്ങളുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഇരിക്കണം. ഇപ്പോഴും ബോധ്യമില്ല അകത്ത് ക്രിസ്തു ഉണ്ടെന്നുള്ളത്. കർത്താവ് ഞാൻ തോക്കാതെ, പരീക്ഷയിലകപ്പെടാതെ പാപം എടാ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന പ്രമാണം മറ്റവനെ തകർത്ത പ്രമാണമാണ്. മനസ്സിലാവുന്ന ഈ വെളിപ്പാടി വേണം നീ സഞ്ചരിക്കാൻ. സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി നിൽക്കുമ്പോഴും they started thinking thoughts against the purposes of മനുഷ്യൻ്റെ ഇത് ചിന്തിക്കുക. ഇന്ന് രാത്രി ദൈവത്തിലെ മനുഷ്യരുടെ ചിന്തയെ നീ മാറ്റിവെക്ക്. നിന്റെ ചിന്ത ദൈവത്തിൻ്റെ ചിന്തയായി മാറട്ടെ. ദൈവത്തിൻ്റെ ചിന്തയായാൽ നിനക്ക് അകത്തൊരു ബോധ്യം കാണും, എന്നിൽ വ്യാപരിക്കുന്ന ഇനി പാപത്തിൻ്റെ പ്രമാണമല്ല, മരണത്തിൻ്റെ പ്രമാണമല്ല, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. സ്തോത്രം. ക്രിസ്തുവിൽ നാം പരിപൂർണരാണ്. സ്തോത്രം. ഞാൻ വാക്കുകളെ ഇവിടെ ചുരുക്കാൻ കർത്താവിലാക്കി. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചോ. യാക്കോബിൻ്റെ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. ഇരു മനസ്സുള്ളവരൊക്കെയും തൻ്റെ വഴികളിൽ അസ്ഥിരനാകുന്നു. ഇരു മനസ്സുള്ളവരൊക്കെയും തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. എന്നാൽ എളിയ സഹോദരൻ തൻ്റെ ഉയർച്ചയിലും മതി. ഇരു മനസ്സുള്ളവൻ എങ്ങനെയാണ്? തൻ്റെ വഴികളിലൊക്കെ സ്ഥിരതയുള്ളവനല്ല, അസ്ഥിരന എന്ന് പറഞ്ഞാൽ എങ്ങും ചെല്ലുകയല്ല. സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. മർക്കോസിന് സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യം. ഞാൻ ഈ വാക്യങ്ങളെ മാത്രം പറഞ്ഞു വിടുക. മർക്കോസ് 7:13. യേശു പരീശന്മാരോട് പറഞ്ഞ പദമാണ്, ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. നമ്മൾ ഈ സമ്പ്രദായത്തിൽ നിന്ന് പുറത്തു വരണം. നമ്മൾ കൊണ്ടു നടക്കുന്ന ദൈവജനത്തിന് ശക്തിയുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന ഈ സമ്പ്രദായത്താൽ എന്ത് ചെയ്യുന്നു? ദുർബലമാക്കുന്നു. ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ദൈവവചനത്തെ ദുർബലമാക്കുന്നു. സ്തോത്രം. 7-ാം അധ്യായം 13-ാമത്തെ വാക്യം എൻ്റെ ബൈബിളിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. So you nullify the authority of the word of God because of your tradition which you have handed down, and you do many things such as this.
യേശു പരീശന്മാരോട് പറയുകയാണ്, സ്തോത്രം, അടയാളം നടന്നാലും നടന്നില്ലേലും, അത്ഭുതം നടന്നാലും നടന്നില്ലേലും, ഇന്ന് രാത്രി നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ സൗഖ്യമാക്കുവാൻ, വിടുവിക്കാൻ അവൻ്റെ ശക്തി ഇന്ന് രാത്രി അത് വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവകൃത്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തേ. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. യേശു ദേഹമെന്ന തിരശ്ശീല ഒരിക്കലായി എന്നെ ഒരു മിനിറ്റ് ദൈവസ്ഥ നേരുന്നാണ്. ദേഹമെന്ന തിരശ്ശീല ഒരിക്കലായി എന്നേക്കും ചീന്തി എന്നേക്ക് നമുക്ക് വീണ്ടെടുപ്പ് സാധിപ്പിച്ചു തന്നത് ഇനി നാം അടിമത്തത്തിൽ തുടരാനല്ല, മനുഷ്യൻ്റെ ചിന്തകളിൽ തുടരാനല്ല. ഇന്ന് വൈകുന്നേരത്ത് നമ്മുടെ ചിന്തകൾ, ഹല്ലേലൂയ, മാനുഷികമായ ചിന്തകളെല്ലാം മാറട്ടെ. സ്തോത്രം. നിനക്കെതിരെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് വരുമ്പോൾ മനുഷ്യൻ്റെ ചിന്തയാകല്ല നിന്റെ ചിന്ത, അതിന് മീതെ ദൈവത്തിൻ്റെ ചിന്ത വ്യാപരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ചിന്ത വ്യാപരിച്ചാൽ നീ പരാജയത്തിൽ തുടരും. ഡോക്ടർ നിനക്കെതിരെ എഴുതിയ വിധിയെഴുത്തിൻ്റെ അകത്ത് നീ ഒതുങ്ങിപ്പോകും. പക്ഷെ മനുഷ്യൻ്റെ വിധിയെഴുത്തിന് മുൻപിൽ, മനുഷ്യൻ്റെ ചിന്തയ്ക്ക് മുൻപിൽ ദൈവത്തിൻ്റെ ചിന്ത ഇന്ന് രാത്രി ആക്ടിവേറ്റഡ് ആകട്ടെ. സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതരങ്ങളെ തുറന്ന് അവൻ അന്യഭാഷകൾ ദൈവത്തോട് ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുവാൻ ഇന്ന് രാത്രി ആമേൻ. ക്രിസ്തു എന്ന തലയോളം ഒരു വളർച്ച ദൈവത്തിന്റെ വചനം പറയുന്നു. കൊരിന്ത്യ ലേഖനത്തിന്റെ അകത്ത് പൗലോസ് എടുത്തു പറഞ്ഞ പദമുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഇത് അറിവുകേടാണ്. സ്തോത്രം. എൻ്റെ അറിവ് മനുഷ്യന്റെ അറിവാണെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, നിനക്ക് ജയിക്കാൻ കഴിയത്തില്ല. പക്ഷെ കൊരിന്ത്യ സഭയോട് പറയുകയാണ്, ആമേൻ, കൊരിന്തിന്റെ പല മ്ലേച്ഛതകളും ആമേൻ കൊരിന്തിന്റെ സഭയ്ക്കകത്ത് കയറി, ആമേൻ മ്ലേച്ഛതകൾക്കകത്ത് കുടുങ്ങിപ്പോയ സഭയെ തിരിച്ച് പരിശുദ്ധാത്മാവിൽ പൗലോസ് ക്രിസ്തുവിൽ കയറ്റി നിർത്താൻ ശ്രമിക്കുകയാ. എന്നാ പൗലോസ് എന്നറിയാമോ? നീ ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുവെന്നും നീ അറിയുന്നില്ലയോ? രാത്രി സഭയോട് ചോദിക്കുക, ക്രിസ്തു നിന്നിൽ വസിക്കുന്നെന്ന് നീ അറിയുന്നില്ലേ? നിന്റെ അകത്തെ മനുഷ്യനെ കുറിച്ച് ബോധ്യം നിനക്കുണ്ടാകണം. ആ ദൈവശക്തി നിന്റെ അകത്ത് വ്യാപരിക്കുകയാ. യേശു പറയുക, ഇന്ന് രാത്രി വിശ്വസിക്കാമെങ്കിൽ നിന്റെ അകത്തുനിന്ന് ജീവജലത്തിന് നദി ഒഴുകും. നിന്റെ അകത്തുനിന്ന് ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങിയ ജീവജലത്തിന് നദി ഒഴുകാൻ തുടങ്ങിയാൽ നീ അഭിമുഖീകരിക്കുന്ന പല വിഷയത്തിനും നീ ഒരു സൊല്യൂഷനായി മാറും. ഇന്ന് രാത്രി ദൂതൊന്നുള്ള പറയുക, നിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കാൻ തടസ്സമാ നിന്റെ അകത്ത് ഉയരുന്ന എല്ലാ ഉയർച്ചകളെ നീ ഒന്ന് ഇടിച്ചു കളയാമെങ്കിൽ, സ്തോത്രം. ബ്രദർ, സിസ്റ്റർ, ആമേൻ, യു ആർ ദ ടെമ്പിൾ. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവത്തിലെ മറക്കരുത്. യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിംഗ് ഗോഡ്. doesn't matter whatever your situation is. നിന്റെ സാഹചര്യം എന്തുമാകട്ടെ, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഒരത്ഭുതം പോലും നീ കണ്ടിട്ടില്ലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയാം, യു ആർ ദ temple of God because of what God has done it for you. നിനക്ക് വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തി മുഖാന്തരം ആമേൻ ക്രിസ്തു നിന്റെ അകത്ത് വസിക്കുകയാണ്. ഹല്ലേലൂയ. സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും തലയായ ക്രിസ്തുയേശുവിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണ്, നിങ്ങൾ കംപ്ലീറ്റ് ആണ്. നിങ്ങളൊരു പരാജയമല്ല, നിങ്ങളൊരു പരാജയമല്ല. ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാണ്. ക്രിസ്തുവിൽ നിങ്ങൾ ജയാളിയാണ്. ക്രിസ്തുവിൽ നിങ്ങൾ നീതിമാന്മാരാണ്. You are the righteousness of God in Christ Jesus. കർത്താവിനോട് ഇത് പറയാൻ ഇന്ന് മകൾ പറഞ്ഞത്, ഇനി നീ പരാജയമാണെന്നൊരു ചിന്ത വന്നാൽ ആ ചിന്ത മനുഷ്യന്റെ ചിന്തയാണ്, ദൈവത്തിന്റെ ചിന്തയല്ല. നീ തോൽക്കുമെന്നൊരു ചിന്ത വന്നാൽ ആ ചിന്ത മനുഷ്യന്റേതാ, ദൈവത്തിൻ്റെതല്ല. എന്റെ കരുത്തിൽ നിന്ന് ശൂന്യത മാറത്തില്ലെന്ന് നിന്റെ കരുത്ത് ചിന്ത വന്നാൽ ആ ചിന്ത മനുഷ്യന്റേതാ, ദൈവത്തിൻ്റെതല്ല. ഇന്ന് രാത്രി മനുഷ്യന്റെ ചിന്തയെ നീ പുറത്താക്ക്, ദൈവത്തിന്റെ ചിന്തകൾക്കകത്ത് നിൽക്കുക. അതുകൊണ്ട് ഇപ്പോൾ എന്നെങ്കിലുമല്ല, ക്രിസ്തുയേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിനുള്ളവർക്ക്
ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ഞാനത് പറയുമ്പോൾ കർത്താവിനോട് പറയുക, നമുക്ക് ബോധ്യമില്ല ഇന്നും എൻ്റെ അകത്ത് വ്യാപരിക്കുന്നത് മരണത്തിൻ്റെ പ്രമാണമല്ലെന്നാണ്. ഇന്ന് രാത്രി ദൂത് പറയാം, ഇത് ഈ വെളിപ്പാട് നിന്റെ അകത്തുണ്ട്. മരണശക്തിക്ക് നിന്നെ തൊടാൻ പറ്റുകയില്ല. യേശുവിന്റെ നാമത്തിൽ രോഗാത്മാവിന് നിന്നെ തൊടാൻ പറ്റുകയില്ല. കാരണം നിന്റെ അകത്തു ഈ വെളിപ്പാടകത്തു വേണം. നിന്നെ വ്യാപരിക്കുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാ ബ്രദർ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഇരുന്നു.